shadow, look straight at the sun. My mind's going in circles, I'm trying to fight it. Getting these voices inside to stay quiet. Gone to the place where all this began. To start again. Oh, you won't see the light until the dawn. ഓക്കെ, ഫൈനലി വിവോ X60 സീരീസ് ഇന്ത്യയിലേക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സീരീസിൽ 3 ഡിവൈസസ് ആണ് ലോഞ്ച് ചെയ്തത്. വിവോ X60, വിവോ X60 Pro, വിവോ X60 Pro Plus. ഈ 3 ഡിവൈസും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസസ് ആണ്. വിവോയുടെ X സീരീസ് നമുക്ക് മെയിൻലി അറിയാം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ക്യാമറ സൈഡിലാണ്. ഈ ഒരു സീരീസിലും വിവോ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാമറ സൈഡിലേക്കാണ്. അതിൻ്റെ ഭാഗമായിട്ട് സീസ് ഒപ്റ്റിക്സുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് മികച്ച രീതിയിലുള്ള ഒരു ക്യാമറയാണ് ഈ ഒരു സീരീസിലെ ഡിവൈസുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത OnePlusഉം ഇതുപോലെ തന്നെ ഹാസൽബ്ലാഡുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് മികച്ച ക്യാമറ സെറ്റപ്പ് OnePlusൻ്റെ 9 സീരീസ് സ്മാർട്ട് ഫോണിൽ നമ്മൾ കണ്ടതാണ്. ആദ്യമേ തന്നെ നമുക്ക് വിവോ X60 Pro Plusൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡിവൈസിൽ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ഒരു 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ സെൻസിങ് GN1 സെൻസർ കിട്ടുന്നുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 32 മെഗാ പിക്സലിൻ്റെ 50mm പ്രോ പോർട്രേറ്റ് ക്യാമറ കിട്ടുന്നുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പിക് ലെൻസ് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 60x വരെ ഡിജിറ്റൽ സൂം കിട്ടുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ടും ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ്. ക്യാമറ സൈഡിൽ ഒരുപാട് ഫീച്ചേഴ്സ് വിവോ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള സ്റ്റഡി ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്യാനായിട്ട് VIS 5 ആക്സിസ് വീഡിയോ സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസ് പോയിസ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു മോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനെ വളരെ മികച്ച രീതിയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എക്സ്ട്രീം നൈറ്റ് വിഷൻ 2.0, സൂപ്പർ നൈറ്റ് വീഡിയോ, HDR സൂപ്പർ നൈറ്റ് പോർട്രേറ്റ് മോഡ്, ഗിംബൽ അൾട്രാ വൈഡ് നൈറ്റ് മോഡ്, അങ്ങനെ കുറേ ക്യാമറ ഫീച്ചേഴ്സ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സറിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്വാൾകോമിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറായ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 ആണ് ഇതിൽ കിട്ടുന്നത്. സോ ഈ ഒരു പ്രോസസ്സർ നമ്മൾ ഈ അടുത്ത് ലോഞ്ച് ചെയ്ത OnePlus 9 Proയിൽ കണ്ട ഒരു പ്രോസസ്സറാണ്. LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ഓപ്ഷനുമാണ് കിട്ടുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ റാമിൽ ഒരു പ്രത്യേകതയുണ്ട്. വിർച്വൽ റാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വിവോ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് 12 GB റാമുള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ അതിൽ ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് ഒരു 3 GB കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 50 GB റാം വരുന്ന രീതിയിലാണ് ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 4200 mAh ബാറ്ററിയും 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 6.56 ഇഞ്ചിൻ്റെ 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഡിസ്പ്ലേയിൽ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഈ 3 ഡിവൈസസിലും സെയിം ആണ്. അതുപോലെ തന്നെ വിവോ മെയിനായിട്ടും സ്മാർട്ട് ഫോൺസിൻ്റെ ഡയമെൻഷൻസിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കും. 9.10 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. 191 ഗ്രാമാണ് ഡിവൈസിൻ്റെ വെയിറ്റ് വരുന്നത്. നെക്സ്റ്റ് ഇനി വിവോ X60 Pro നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിഫറൻസ് വരുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെ നമുക്കൊരു 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. സോണി IMX598 ആണ് യൂസ് ചെയ്തിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 13 മെഗാ പിക്സലിൻ്റെ 50mm പ്രോ പോർട്രേറ്റ് ലെൻസും കിട്ടുന്നുണ്ട്. 13 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, ഇങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഗിംബൽ സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ HDR സൂപ്പർ നൈറ്റ് പോർട്രേറ്റ്, പനോരമ നൈറ്റ് പോർട്രേറ്റിൽ ലോങ് എക്സ്പോഷർ മോഡ്, അങ്ങനെ കുറേ ക്യാമറ ഫീച്ചേഴ്സ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 870 ആണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വിർച്വൽ റാമിൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ വരുന്നത് എക്സാക്ട് സെയിം വിവോ X60 Pro Plusൽ നമ്മൾ കണ്ട ആ ഒരു സെയിം 120 Hz റിഫ്രഷ് ആയിട്ടുള്ള സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി കപ്പാസിറ്റി സെയിമാണ്. ഇവിടെ ഫാസ്റ്റ് ചാർജിങ് വരുന്നത് 33 വാട്ടാണ്. അതുപോലെ തന്നെ കണക്ടിവിറ്റി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാലും വിവോ X60 Pro Plusനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്തിൻ്റെ 5.2 വെർഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നുണ്ട്. റിയർ സൈഡിൽ നമുക്ക് 3 ഡിവൈസസിലും കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. 3 ഡിവൈസിൻ്റെയും റിയർ സൈഡ് എന്ന് പറയുന്നത് ഗ്ലാസ് ബാക്ക് ആണ്. വിവോ X60 Proയുടെ കണക്ടിവിറ്റി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് NFC കിട്ടുന്നില്ല. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.1 ആണ് കിട്ടുന്നത്. തിക്നെസ് എന്ന് പറയുന്നത് 7.59 mm ആണ്. 177 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിവോ X60 നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് സെയിം വിവോ X60 Proയിലെ പോലെ തന്നെയാണ്. ക്യാമറ ഫീച്ചേഴ്സിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ.
ഇതിൽ നമുക്ക് ഗിംബലിൻ്റെ ഫീച്ചർ വരുന്നില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 3 ഡിവൈസിലും സെയിം ആണ്, 32 മെഗാ പിക്സൽ. പ്രൊസസ്സർ എന്ന് പറയുന്നത് Vivo X60 Proയിലും Vivo X60യിലും സെയിം ആണ്. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും 2 ഡിവൈസിലും സെയിം ആണ്. Vivo X60യുടെ വെയിറ്റ് എന്ന് പറയുന്നത് 176 ഗ്രാമാണ്. LPDDR4Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ഓപ്ഷനുമാണ് Vivo X60യിലും Vivo X60 Pro 5Gയിലും നമുക്ക് കിട്ടുന്നത്. ഡിസ്പ്ലേയും ഈ ഒരു 3 ഡിവൈസിലും സെയിം ആണ്. കണക്ടിവിറ്റി ഓപ്ഷൻസും Vivo X60 Proയിലും Vivo X60യിലും സെയിം ആണ്. ഈ ഒരു 3 ഡിവൈസും Android 11 ബേസ് ഫൺ ടച്ച് 11.1ലാണ് റൺ ചെയ്യുന്നത്. ലാസ്റ്റ് ഇതിൻ്റെ പ്രൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ Vivo X60 Pro പ്ലസ് 12GB 256GB ഇൻ്റർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 69,990 രൂപയാണ്. റിയർ സൈഡിൽ ഒരു ലെതർ ഫിനിഷോട് കൂടിയ എംപറർ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ ഓപ്ഷൻസിലാണ് ഡിവൈസ് വരുന്നത്. Vivo X60 Pro നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരൊറ്റ വേരിയൻറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. 12GB റാം 256GB ഇൻ്റർണൽ സ്റ്റോറേജ്. പ്രൈസ് വരുന്നത് 49,990 രൂപയാണ്. ഈ ഒരു ഡിവൈസ് നമുക്ക് 2 കളർ ഓപ്ഷൻസിൽ വാങ്ങിക്കാൻ സാധിക്കും, മിഡ് നൈറ്റ് ബ്ലാക്ക്, ഷിമ്മർ ബ്ലൂ. നെക്സ്റ്റ് Vivo X60 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 റാം ആൻഡ് വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. 8GB 128GB ഇൻ്റർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 37,990 രൂപയും 12GB 256GB ഇൻ്റർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 41,990 രൂപയുമാണ്. ഇതിൻ്റെയും കളർ വേരിയൻറ്റ് Vivo X60 Proയിലെ പോലെ തന്നെ സെയിം ആണ്. സോ ഇതൊക്കെയാണ് Vivo X60 സീരീസിലെ സ്പെസിഫിക്കേഷൻസ് ആൻഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മികച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിൽ മികച്ച ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഒരു വിവോയുടെ X60 സീരീസിൽ വിവോ ഓഫർ ചെയ്യുന്നത്. മികച്ച രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സീരീസ് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. സീസ് ഒപ്റ്റിക്സുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് മികച്ച രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ക്യാമറ ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു സീരീസിലെ എല്ലാ ഡിവൈസസിലും കിട്ടുന്നത്. സോ അതാണ് ഈ ഒരു ഡിവൈസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ സൈഡ് നോക്കിക്കഴിഞ്ഞാലും ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാലും പെർഫോമൻസ് സൈഡ് നോക്കിക്കഴിഞ്ഞാലും മികച്ചൊരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഈ ഒരു സീരീസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സീരീസ് സ്മാർട്ട് ഫോണുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നോർമലി വിവോയുടെ X50 സീരീസിൽ നിന്നും Vivo X60 സീരീസിലേക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രൈസ് ഹൈപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. Vivo X50 സീരീസും Vivo X60 സീരീസിലെ സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം പ്രൈസിലാണ് നിൽക്കുന്നത്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. സോ മികച്ച രീതിയിലുള്ള ഒരു പ്രൈസിംഗ് ആണ് Vivo X60 സീരീസുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് ഡിവൈസസ് ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. ഗുഡ് ബൈ ഗൈസ്.